കോഴിക്കോട് സ്വകാര്യ ബസ് ഉടമകൾ നിരാഹാര സമരത്തിലേക്ക്. ഇന്ന് പ്രതിഷേധ സൂചകമായി കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തും. പ്രിയദർശിനി സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. രമ്യ ദാസ് വിശദാംശങ്ങൾ നൽകും. രമ്യ, ജൂലൈ മാസം 6 മുതൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിന് സ്വകാര്യ ബസ് ഉടമകൾ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കാരണം പ്രിയദർശിനി വന്നത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നുവെന്നാണ് ഉടമകൾ പറയുന്നത്. ഇതിന്റെ വസ്തുത എന്താണ്? കോഴിക്കോട് ഇന്ന് സൂചനാ പണിമുടക്കാണോ? ഗൗതം, സൂചനാ പണിമുടക്ക് എന്നതിലേക്കല്ല, ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഒരു സൂചനയുടെ ഭാഗമായി ഒരു നിരാഹാര സമരം ഇവർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. 4-ാം തീയതി മുതൽ കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്കിലേക്കും നീങ്ങുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബസ് ഉടമകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതായത് ഇത്തവണ ബഡ്ജറ്റിൽ സ്വകാര്യ ബസ് മേഖലയ്ക്കായി തുക മാറ്റിവെച്ചിരുന്നെങ്കിലും ഇത് അപര്യാപ്തമാണ് എന്നുള്ളത് തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ എല്ലാം വാദം. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രിയദർശിനി പദ്ധതി കൂടി വരുന്നത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പക്ഷേ ഇത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നൊരു നിലപാടിലേക്കാണ് സർക്കാർ ഈ ഒരു പദ്ധതി വഴിവെച്ചിട്ടുള്ളത് എന്ന ആരോപണം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. അതായത് ഈ നികുതി കുറച്ചതിലൂടെ ഏകദേശം ഒരു 100-150 രൂപയുടെ ലാഭം മാത്രമാണ് ഈ ബസ് ഉടമകൾ പ്രതിദിനം ലഭിക്കുന്നത്. പക്ഷേ ഈ പ്രിയദർശിനി പദ്ധതി കൂടി വന്നതോടെ 1000 രൂപ മുതൽ 4000 രൂപ വരെ ഓരോ ബസ്സിന്റെയും കളക്ഷനിൽ കുറവ് വരുന്നു. ഇത് വലിയ തോതിൽ ഇവർക്ക് തിരിച്ചടിയാകുന്നു. അതോടൊപ്പം തന്നെയാണ് ഡീസൽ വിലവർധനയുണ്ട്, അതിൽ നികുതി വരുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഈ വാഹനത്തിന്റെ സ്പെയർ പാർട്സുകളുടെ വിലവർധന, തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒത്തു നോക്കുമ്പോൾ ഈ ഇത്തരത്തിലൊരു ബസ് നിരത്തിലിറക്കുമ്പോൾ കൃത്യമായി തന്നെ ലാഭം അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ കൊണ്ടുപോകാൻ, ഈ ഒരു വ്യവസായ മേഖല കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്കിലേക്കും ഒരു നിരാഹാര സമരം ഇന്ന് നടത്തുന്നു. അതിനുശേഷം ഒരു പണിമുടക്ക് 4-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നടത്തുന്നു. അത്തരത്തിലൊരു സമരത്തിലേക്കെല്ലാം ഈ ബസ് ഉടമകൾ പോകുന്നത്. അതായത് കോഴിക്കോട് പ്രധാനമായും കുറ്റ്യാടി, അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കാണ് കൂടുതലായും ഈ പ്രിയദർശിനി ബസ് സർവീസ് എല്ലാം ഉള്ളത്, ഓർഡിനറി ബസ് സർവീസുകളുള്ളത്. അത് കുറ്റ്യാടി, അതുപോലെ തന്നെ താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലയിലേക്കാണ്. ഈ മേഖലയിലെല്ലാം തന്നെ ഭീമമായ നഷ്ടമാണ് ബസ് ഉടമകൾക്ക് സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പണിമുടക്കിലേക്ക് അല്ലെങ്കിൽ സൂചനാ സമരത്തിലേക്കെല്ലാം ഈ ബസ് ഉടമകൾ നീങ്ങുന്നത്. ഗൗതം. ഓക്കെ രമ്യ, വ്യക്തമാണ്. എന്തായാലും പ്രിയദർശിനി ബസ് സർവീസ് ആരംഭിച്ചത് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് അത് വലിയ ക്ഷീണമായി എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രതിഷേധ പരിപാടികൾ സൂചന എന്ന നിലയിൽ നടത്തുന്നത്. രമ്യയാണ് കോഴിക്കോട് നിന്നും ചേർന്നത്.